ഗൈസ്, ഇന്ന് ഞാനും അമ്മയും അനിയത്തിയും കൂടി ഞങ്ങളുടെ അമ്മയുടെ ഓഫീസിലെ സ്റ്റാഫ് ഡേക്ക് വന്നിരിക്കുകയാണ്. സെലിബ്രേഷന് വേണ്ടി എല്ലാവരും കൂടി ചൂസ് ചെയ്ത് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലാണ്, അതും കാലിക്കറ്റില്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വണ്ടറടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും കണ്ടിരിക്കാൻ നേരമില്ല. ഞങ്ങൾ കയറിയപ്പോൾ പ്രസംഗമായിരുന്നു ഗൈസ്. പിന്നെ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ ആയി. കേക്കെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഗോകുലത്തിലെ കലാകാരന്മാരുടെയും കലാകാരിമാരുടെയും പ്രകടനങ്ങളായിരുന്നു. ഡാൻസായി, പാട്ടായി, മോണോ ആക്ടായി, അങ്ങനെ പലതരം പരിപാടികൾ. കൂടുതലും എല്ലാവരും ചെയ്ത ഡാൻസ് ആയിരുന്നു ഗൈസ്. അതിലൊരു മെയിൻ സംഭവമായിരുന്നു ഇത്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട ഗൈസ്, അസൂയ. കാരണം ഞങ്ങളുടെ ചേട്ടന്മാരങ്ങ് കയറി ആടി തകർത്തു. എന്തിനേറെ പറയാം, അവരുടെ വകയൊരു തിരുവാതിര തന്നെ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ കളിക്കും എങ്ങനെ, അതിന്റെ അസൂയ. മുദ്രകളും ഭാവങ്ങളും ഒക്കെ ഏതാ പെർഫെക്ഷൻ. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചേട്ടന്മാര് സീനായിരുന്നു. ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരും ഇന്നേ വരെ കാണാത്ത പലതരം സ്റ്റെപ്സ് ഈ ഡാൻസിൽ ഉണ്ടായിരിക്കും. അതെല്ലാം അവരുടെ ഒഫീഷ്യൽ സ്റ്റെപ്സ് ആണ്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരും ഇതൊന്നും വീടുകളിൽ അനുകരിക്കരുതേ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അതിസാഹസികവും മനോഹരവുമായ അവരുടെ നൃത്തത്തിന് ശേഷം പിന്നെ വന്നത് ഒരു ഗായകനും 2 നർത്തകിമാരുമായിരുന്നു. ഇവരെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സ്പോട്ടിൽ ആങ്കർ വന്നു വെച്ചാൽ രാവിലെ നിങ്ങൾ റബ്ബർ പാലാണ് കുടിച്ചതെന്നാണ്. അങ്ങനെ അതിമനോഹരമായ ചില പരിപാടികൾക്ക് ശേഷം ഉച്ച കഴിഞ്ഞൊരു പ്രൊഫഷണൽ ടീമിന്റെ വക ഗാനമേള, അതുപോലെ തന്നെ കോമഡി സ്കിറ്റും ആയിരുന്നു. അതിനെപ്പറ്റി പിന്നെ എടുത്തു പറയേണ്ട, അവരുടെ പാട്ടൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒന്നാണ് അവരുടെ കോമഡി സ്കിറ്റ്. ചിരിച്ചിരിച്ച് ഊപ്പാട് വന്ന് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പരിപാടി എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റായിട്ട് അവർ ഞങ്ങൾക്ക് കുറച്ച് പാട്ടൊക്കെ പാടി തന്നു. എല്ലാവരും ഇറങ്ങിയെന്ന് തുള്ളി. ഞാൻ കുറച്ചു നേരം അവിടെ ക്യാമറ പിടിച്ചിരുന്നു, നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങിയെന്ന് തുള്ളി. പിന്നെ ആ സ്റ്റേജിൽ നിന്ന് തുള്ളുന്ന സാധനം വേറെ ആരുമല്ല, എൻ്റെ മിനി വേർഷനാണ്. ഒരു ഇത്തിരി മുമ്പ് നാഗവല്ലിനെ ആവാഹിച്ചുകൊണ്ട് പോകുന്ന രാമനാഥനെ പോലെ ആ പാട്ട് പാടുന്ന ചേട്ടനെ ആവാഹിച്ചുകൊണ്ട് പോയതാണ്. ഇനി തിരിച്ചു വരണമെങ്കിൽ എന്തായാലും ബാധ ഒഴിയണം. ഇത്ര നേരം അവൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ചേട്ടൻ വേറെ ഒരെണ്ണത്തിനെയും കൂടി പിടിച്ച് സ്റ്റേജിൽ കൊണ്ടിട്ടു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ്. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറിയ ആ ഒരു എക്സൈറ്റ്മെന്റിലും ആയിരുന്നു. പക്ഷെ കണ്ടപ്പോൾ തന്നെ ഇത് വീട്ടിലുള്ള പോലെയാണ് ഞാൻ ചാടി കയറിയത്, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ തന്നെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അത് പിന്നെ അവിടെ ചെന്നാലും മറക്കാത്ത ഒരു കാര്യം ആയതുകൊണ്ട് ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോഴും മറന്നില്ല. അതും ഇരിക്കട്ടെ, പുറത്തിറങ്ങിയപ്പോൾ അതിശക്തമായ മഴ നല്ല തകർത്ത് പെയ്യായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ശരി, ടാറ്റാ.